റൂഹുള്ള വാക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വലിയ ശബ്ദം കേട്ടു. എല്ലാവരും ഓടി ചെന്നു. ഓട്ടോറിക്ഷ 3-4 മറച്ചിൽ മറിഞ്ഞിരിക്കുന്നു. കാറ് വന്നിടിച്ചതാണ്. ഡ്രൈവറാവട്ടെ ഡോക്ടറാണ്. നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു. രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. രാവിലെ കാർ ഓടിച്ച് അറിയാതെ കണ്ണ് മാളിപ്പോയി, അടഞ്ഞുപോയി. എത്ര അപകടങ്ങളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എത്ര വലിയ ഹൈ പ്രൊഫഷണലുകളാണെങ്കിലും ഹൈലി ക്വാളിഫൈഡ് ആണെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കണം. മനുഷ്യ സഹജമായി ഉറക്ക് നിർബന്ധമാണ്. രാത്രി പൂർണ്ണമായും ഉറക്കൊഴിഞ്ഞ് കാലത്ത് വണ്ടി ഓടിക്കുമ്പോൾ പാതിരാ സമയങ്ങളിൽ എത്ര അപകടങ്ങളാണ് സംഭവിക്കുന്നത്. ഒട്ടുമിക്ക അപകടങ്ങളുടെയും പ്രധാന കാരണം അശ്രദ്ധയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ കുറേ കാലമായി അങ്ങനെ ഓടിക്കുന്നൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. സംഭവിക്കാത്തതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. ഒരു വർഷം നമ്മുടെ നാടിൻ്റെ പ്രതീക്ഷകളാകുന്ന എത്ര ആയിരങ്ങളാണ് ആക്സിഡൻറ്റിൽ മരണപ്പെടുന്നത്. ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നതാണ്. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത്, ബൈക്കിൽ 2-2-ലേറെയും 3-4 ആളുകൾ ഓടിക്കുന്നത്, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ. എൻ്റെ കർണകഷ്ണങ്ങളായ യുവതിയുവാക്കളോട് പറയാനുള്ളത്, ഒരു ജീവൻ വല്ലതും സംഭവിച്ചു പോയാൽ, എൻ്റെ അശ്രദ്ധ കൊണ്ട് ഏതെങ്കിലും ഒരു ജീവൻ അപകടം സംഭവിച്ചാൽ ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരെയും കൊന്ന കുറ്റം, അതിനേക്കാൾ വലിയൊരു കുറ്റം ലോകത്തില്ല എന്ന് മനസ്സിലാക്കണം, തിരിച്ചറിയണം. എനിക്ക് വല്ലതും സംഭവിച്ചാൽ അത് ആത്മഹത്യയാകും. എനിക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ഡ്രൈവർ ശരിക്കും നന്നായി ശ്രദ്ധിക്കണം. ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കണം. എപ്പോഴാണ് ഉറക്ക് വരുന്നത് ഉടനെ വണ്ടി സൈഡാക്കുക. അല്പസമയം ആ ഉറക്കിൻ്റെ അസ്വസ്ഥത പൂർണ്ണമായും മാറിക്കിട്ടുന്നവരെ ഉറങ്ങാം. അല്പം വൈകിക്കൊള്ളട്ടെ, അതിന്നൊരു ദിവസമേ പരിപാടി ക്യാൻസലാകൂ, വൈകൂ. എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ സ്വസ്ഥമായി നമ്മുടെ ഭാര്യ, മക്കൾക്ക്, കുടുംബത്തിന് സന്തോഷത്തോടെ എത്ര പരിപാടികൾക്ക് സംബന്ധിക്കാം. എൻ്റെ അശ്രദ്ധ കൊണ്ട് വല്ലതും സംഭവിച്ചാൽ എൻ്റെ മക്കൾ അനാഥകളായില്ലേ? ജീവിതത്തിലുടനീളം കണ്ണുനീര് കുടിക്കുകയല്ലേ? എൻ്റെ കരളിൻ്റെ കഷ്ണമായ എൻ്റെ ഭാര്യ എന്നെന്നും ആ വേദന കടിച്ചിറക്കുകയല്ലേ? എനിക്ക് സർവസ്വം നൽകിയ എൻ്റെ ഉമ്മയും ഉപ്പയും ഏത് കാലത്താണ് അവരെ മനസ്സിൽ നിന്ന് ആ ദുഃഖം മരിക്കുന്നവരെയും മാറില്ലല്ലോ. ഇത് മനസ്സിലാക്കി ഡ്രൈവിംഗ് എന്നത് ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക.